പ്രിയപ്പെട്ടവരെ, ബീഹാറിൽ BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്നറിയാം. BJPയും JDUവും തുല്യ സീറ്റുകളിൽ മത്സരിക്കുമെന്നറിയുന്നു. സീറ്റ് വിഭജനത്തിൽ മഹാസഖ്യത്തിൽ തർക്കം തുടരുകയാണ്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. രാഹുൽ ഗാന്ധിയുമായി നേതാക്കൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. അതേസമയം ബീഹാറിൽ ഒഴിവാക്കിയ 3.5 ലക്ഷം വോട്ടർമാരുണ്ട്. അതിൽ 10,000 പേരുടെ പേര് വെട്ടിയത് ഒരു കാരണവും പറയാതെയാണ് എന്നാണ് അറിയുന്നത്. PR സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും. PR സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ ബീഹാറിൽ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ NDA കുറച്ചുകൂടി മുന്നിലാണോ? ആദ്യഘട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിൽ ചെറിയ ചെറിയ തർക്കങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് സ്ഥാനാർത്ഥികൾ ഇറങ്ങും. ആദ്യ ചിത്രം ഇന്നത്തോടുകൂടി തെളിയുമോ സുനിൽ? ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഏതായാലും NDAയിൽ ചിത്രം വ്യക്തമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാരത്തൺ ചർച്ചയായിരുന്നു NDAയിൽ നടന്നത്. ഏതായാലും ഇപ്പോൾ NDAയിൽ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു. അത് സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നലെ രാത്രിയോടെ വന്നു. 101 സീറ്റുകളിൽ വീതം BJPയും JDUവും മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 29 സീറ്റ് ചിരാഗ് പസ്വാന്റെ LJPക്ക് നൽകാൻ തീരുമാനിച്ചു. ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ചയ്ക്ക് 6 സീറ്റും മഹേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിക്ക് 6 സീറ്റും. ഏതായാലും സ്റ്റാർ ആയത് ചിരാഗ് പസ്വാൻ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വെറും 15 സീറ്റാണ് ആദ്യം ചിരാഗ് പസ്വാന് നൽകാൻ BJP തീരുമാനിച്ചിരുന്നത്. അവിടെ നിന്ന് അത് 29 സീറ്റിലേക്ക് എത്തിക്കാൻ ചിരാഗ് പസ്വാന്റെ സമ്മർദ്ദത്തിന് കഴിഞ്ഞു. അതേസമയം തനിച്ച് മത്സരിക്കുമെന്നൊക്കെ ഭീഷണി മുഴക്കിയ ജിതൻ റാം മാഞ്ചിക്ക് 6 സീറ്റിൽ തന്നെ ഒതുങ്ങേണ്ടി വന്നു. ഒടുവിൽ നരേന്ദ്രമോദിയോടൊപ്പം ജീവിതകാലം വരെ അവസാനം വരെ തുടരും എന്നൊക്കെ പ്രഖ്യാപനം നടത്തിയാണ് പട്നയിലേക്ക് ജിതൻ റാം മാഞ്ചി മടങ്ങിയത്. ഇനി ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജന കാര്യത്തിലാണ് അന്തിമ തീരുമാനം ആകേണ്ടത്. അതിൽ ഇപ്പോൾ കോൺഗ്രസിനിടയിലും RJDക്കിടയിലും ചില സീറ്റുകളുടെ കാര്യത്തിൽ തർക്കം തുടരുകയാണ്. 60 സീറ്റിനായി കോൺഗ്രസ് പിടിമുറുക്കുന്നുണ്ട്. 52 സീറ്റേ നൽകാനാകൂ എന്നതാണ് RJDയുടെ നിലപാട്. ദില്ലിയിൽ ലാലു പ്രസാദ് യാദവ് ഉണ്ട്, തേജസ്വി യാദവ് ഉണ്ട്, മറ്റ് RJDയുടെ മുതിർന്ന നേതാക്കളുണ്ട്. ഒരുപക്ഷെ ഇന്ന് വലിയ കൂടിക്കാഴ്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ സീറ്റ് വിഭജന കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിലും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തുന്നുവെന്നാണ് ഇന്നലെ ജയറാം രമേശ് അറിയിച്ചത്. അപ്പോൾ ചൂടുപിടിച്ച ചർച്ചകൾ ഇന്ത്യ സഖ്യത്തിൽ തുടരുന്നുണ്ട്. വേഗം സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കിക്കൊണ്ട് ഇനി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് നീങ്ങണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിവേഗത്തിൽ തന്നെ അത്തരം നീക്കങ്ങൾ നടത്തും എന്നൊക്കെയാണ് കോൺഗ്രസ് വൃത്തങ്ങളും അറിയിക്കുന്നത്. അതിനിടയിലാണ് അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 30-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഈ വോട്ടർ പട്ടികയിൽ ആകെ ഒഴിവാക്കിയ വോട്ടർമാരുടെ എണ്ണം 69 ലക്ഷത്തോളമാണ്. അതിൽ അന്തിമ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കിയ 3,66,000 പേരിലാണ് ഒരു കാരണവുമില്ലാതെ 10,000-ഓളം പേരെ ഒഴിവാക്കി എന്നുള്ള വിവരം കൂടി പുറത്തുവരുന്നത്. താങ്ക് യു. PR സുനിലാണ് വിവരങ്ങൾ നൽകിയത്.